ഒരു മാർഗം 18-ാം പടി ഒരേ ഒരു ശരണമടയുക എന്നുള്ളതാണ്. ആ കാരുണ്യത്തിലേക്ക് നമ്മൾ ശരണമടയുക, ആശ്രയിക്കുക. അതാണ് ഭാഗവതം 12 സ്കന്ധത്തില് എത്തിക്കണത്. ആശ്രയിക്കാൻ കഴിയുണ്ടോ? ആരെ ആശ്രയിക്കാൻ കഴിയുണ്ടോ? ഭഗവാനെ. ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിക്കാൻ കഴിയുണ്ടോ എന്നൊക്കെ യോഗിവര്യന്മാര് പറയും. ആ പാദങ്ങളും അല്ല, കാരുണ്യം. ഭഗവാന്റെ കണ്ണും വേണ്ട നമുക്ക്, കാതും വേണ്ട നമുക്ക്, പാദവും വേണ്ട നമുക്ക്. നമുക്ക് ആ കാരുണ്യം മാത്രം. ആ കാരുണ്യത്തിന്റെ വൈഭവം, ആ കാരുണ്യ സ്വരൂപം എങ്ങനെയാണ് ഓരോ ജീവാത്മാക്കളിലേക്കും പ്രവഹിക്കണത് എന്ന് ഇന്നേ വരെ ആർക്കും നിയമം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്യത്ഭുതമായ ആ കാരുണ്യ പ്രവാഹം, സകല നിയമങ്ങളെയും അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ആ കാരുണ്യ കടല്, കരുണാനിധി, കാരുണ്യവാരിധി, ആ ഭഗവാൻ, ആ സ്വരൂപം നമ്മളിലേക്ക് നമുക്ക് ആവാഹിക്കുക. എന്തിനാ ആവാഹിക്കണത്? എന്തിനാ ഇനിയിപ്പോ അത് വേണമെന്ന് പറയണത്? അപ്പൊ നമ്മുടെ ജീവിതം നേരെയാവാനാണ് പറയുന്നത്. നമ്മുടെ ജീവിതം നേരെയാവണമെങ്കിൽ ആ കാരുണ്യം മാത്രമേ വേണ്ടൂ. ആ കാരുണ്യം കിട്ടിയാൽ എങ്ങനെയാ നമ്മൾ നേരെയാവുക? നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങണം. തികച്ചും സ്വാർത്ഥരാവും നമ്മളെ. അപ്പൊ ഭാഗവതവും ഭഗവാനെ കുറിച്ചൊക്കെ പഠിപ്പിക്കണ്ടെങ്കിൽ നമ്മൾ തികച്ചും സ്വാർത്ഥരാവാനാണ് പഠിപ്പിക്കുന്നത്. അത്ര മോശമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോ സംശയം തോന്നും. സ്വാർത്ഥരാകുക, സ്വന്തം അർത്ഥത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. എന്താ സ്വന്തം അർത്ഥം? 2 മാർഗമുണ്ട്. ശ്രേയോമാർഗമുണ്ട്, പ്രേയോമാർഗമുണ്ട്. ഈ പ്രേയോമാർഗത്തിലുള്ള അർത്ഥങ്ങളല്ലാതെ ശ്രേയോമാർഗത്തിലുള്ള സ്വാർത്ഥാണ്. ശ്രേയോമാർഗത്തിൽ നമുക്ക് എന്തു വേണോ അത് മാത്രമേ നമുക്ക് അർത്ഥിക്കേണ്ട കാര്യമുള്ളൂ. ശ്രേയോമാർഗത്തിൽ നമ്മുടെ കാര്യം നോക്കുക എന്നല്ലാണ്ട് നമുക്ക് വേറൊന്നും വേണ്ട. നമുക്ക് നമ്മളെ തന്നെ, നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ നമുക്ക് മാത്രമേ നമ്മളെ നേരേക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാത്രമേ നമ്മളെ നേരേക്കാൻ പറ്റുള്ളൂ. എത്ര വലിയ ഗുരുനാഥൻ വന്നാലും ആ ഗുരുനാഥനെ ഒരു ചെറിയൊരു പ്രേരണകൾ തരാന്നല്ലാതെ, സാക്ഷാൽ സുഖബ്രഹ്മർഷി വന്നാലും, ഇല്ലെങ്കിൽ ആചാര്യന്മാർക്കും ആചാര്യനായിട്ടുള്ള മാർക്കണ്ഡേയ മഹർഷി വന്നാലും, ആരെന്നെ വന്നാലും ഒരു പ്രചോദനം തരാം. പക്ഷെ നമുക്ക് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള കഴിവ് നമുക്കുള്ള പോലെ ഒരാൾക്കില്ല. അപ്പൊ നമ്മളാണ് നമ്മളുടെ നാശത്തിനും ഹേതു, നമ്മളുടെ മുക്തിപദത്തിലേക്കുള്ള പ്രയാണത്തിനും ഹേതു. അപ്പൊ നമ്മൾ മുക്തിപദത്തിലേക്കുള്ളത് ഞാൻ ആരാന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ഭാവത്തിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈശ്വരനാണ്, ചെറുതൊന്നല്ലോ, ഞാൻ ഈശ്വരനാണ് എന്ന ബോധത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന ആ വഴി, അതാണ് ശ്രേയോ മാർഗം. ആ മാർഗത്തിൽ നമുക്ക് നമ്മുടെ കാര്യം മാത്രമേ നോക്കാനുള്ളൂ. വേറെ ആരുടെയും കാര്യം നമുക്ക് നോക്കാനില്ല. അങ്ങനെ നമ്മൾ സ്വാർത്ഥരാവണം എന്നാണ് അർത്ഥം. അല്ലാണ്ട് നമുക്ക് പ്രേയോമാർഗമുണ്ട്, ശ്രേയോമാർഗം, പ്രേയോമാർഗം. പ്രേയോമാർഗം എന്ന് പറഞ്ഞാൽ നല്ല വീടുണ്ട്, നല്ല ഭാര്യയുണ്ട്, നല്ല ഭർത്താവുണ്ട്, നല്ല കുട്ടികളുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല രൂപമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, ഇങ്ങനെ നല്ലത് എന്തൊക്കെ സാധനങ്ങള്, അതൊക്കെ പ്രേയോമാർഗം. ആ പ്രേയോമാർഗത്തിൽ ഒരിക്കലും നമ്മൾ സ്വാർത്ഥരാവരുത്. നമുക്കൊന്നും വേണ്ട. നമുക്ക് നല്ല വീട് വേണ്ട. വസുധൈവ കുടുംബകം, ഈ ലോകം തന്നെയാണ് നമ്മുടെ വീട് എന്ന് വിചാരിക്കാൻ കഴിയുന്നത്. ഈ ലോകത്തുള്ളവർ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളെ നമുക്ക് വിചാരിക്കാൻ കഴിയണം. ഈ ലോകം ദിക്കുകളാണ് എന്റെ വസ്ത്രം എന്ന് ചിന്തിക്കാൻ കഴിയണം. ദിഗംബരൻ എന്ന് പറഞ്ഞാൽ വേറെ വസ്ത്രമൊന്നും എനിക്ക് വേണ്ട, ദിക്കുകളാണ് എന്റെ വസ്ത്രം എന്ന് ചിന്തിക്കാൻ കഴിയണം. അല്ലാണ്ട് വേറെ എന്റെ എന്നുള്ള സാധനം നമുക്ക് വേണ്ട. എന്റെ എന്നുള്ള സ്വാർത്ഥത,
ഭൗതിക ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കാണിക്കരുത്. ശ്രേയോമാർഗത്തില് തികച്ചും സ്വാർത്ഥരാവാഞ്ഞാൽ നമുക്കൊന്നും നേട്ടമില്ല. ശ്രേയോമാർഗത്തിൽ സ്വന്തം അർത്ഥത്തെ എന്തർത്ഥിക്കണം, ഈശ്വരനെ കിട്ടാൻ എന്ത് വേണം, അതിന് ഭൗതികമായ ഒരു വസ്തുവും വേണ്ട. ഈ കാരുണ്യം മാത്രം മതി, ആ ഭഗവാനോടുള്ള പ്രേമം മാത്രം മതി. ആ ഭഗവാനെ ആവാഹിക്കാൻ കൊതിച്ചു കൊതിച്ചു കൊതിച്ചിരിക്കുന്ന എത്ര ജീവാത്മാക്കള് എവിടെയൊക്കെ മുക്കിലും മൂലയിലും ഉണ്ടാവും നമുക്കറിയൂ. ഈ ഗൃഹത്തിൽ ജീവിച്ച ഒരമ്മ മോഹിച്ചില്ലേ ഒരു സപ്താഹം നടത്തണമെന്ന്. ആ ജീവാത്മാവിന്റെ മോഹം 3 കൊല്ലം മുമ്പ് ആ സ്ഥൂല ശരീരം വിട്ടുപോയി. സ്ഥൂല ശരീരം 4 സ്ഥൂലം, സൂക്ഷ്മം, കാരണം, യാതന തുടങ്ങിയിട്ടുള്ള ശരീരം. ഈ സ്ഥൂലത്തിലിരിക്കുമ്പോ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ ഒരാള് പറയുന്നത് ജീവിച്ചിരിക്കുന്നു. അതിലപ്പുറത്ത് പോയി കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഓരോരോ കർമ്മങ്ങൾ അങ്ങനെ ചെയ്യും. എന്നിട്ട് ആ പ്രേതാവസ്ഥയിലിരിക്കുന്ന ജീവാത്മാവിനെ, ആ ജീവാത്മാവ് വേറൊരു ശരീരം എടുത്തിട്ടുണ്ടാവും, സ്ഥൂല സൂക്ഷ്മ ശരീരം. ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കണോ എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യണം. നമ്മൾ സങ്കല്പിക്കുക, ചിലപ്പോ സ്ഥൂലം സൂക്ഷ്മം ഉണ്ടാവില്ല, സൂക്ഷ്മ ശരീരവും വിട്ട് ചിലപ്പോ കാരണ ശരീരവും ഒന്നും വേണ്ട, യാതന ശരീരവും വേണ്ട, ഒറ്റ വിളിയിൽ അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവും. ഏത് ഈ ലോകം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനായിട്ട് അങ്ങോട്ട് ചേർന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്കത് അറിയാൻ കഴിയാത്തതുകൊണ്ട് നമ്മള് സൂക്ഷ്മ ശരീരത്തിലുണ്ട് എന്ന് വിചാരിച്ച് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് പിതൃലോകത്തുള്ളവരായിട്ട് അത് കൂട്ടി യോജിപ്പിക്കും. നമുക്ക് അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. മുത്തശ്ശൻ, മുതുമുത്തശ്ശൻ, അച്ഛൻ, മുതുമുത്തശ്ശൻ, മുത്തശ്ശൻ, അച്ഛൻ, ഞാൻ, ഇങ്ങനെയുള്ള ഒരു 4 തലമുറയെ കുറിച്ചാണ് നമുക്ക് ചിന്തിക്കാനുള്ള യുക്തി കയറിക്കഴിഞ്ഞാൽ. അപ്പൊ ആ ഒരു തലത്തിലിരിക്കുന്ന പിതൃലോകത്തേക്ക് ആ സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കണോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക. കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പിതൃക്കളുടെ 1 കൊല്ലം, പിതൃക്കളുടെ 1 ദിവസം എന്ന് പറഞ്ഞാൽ 1 മാസം, നമ്മളുടെ 1 മാസമാണ് അവരുടെ 1 ദിവസം. അപ്പൊ അങ്ങനെ അവർക്ക് പിതൃലോകത്തിരിക്കുന്ന ആ ജീവാത്മാവിന് സന്തോഷമാവാൻ പിതൃകർമ്മങ്ങൾ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തു പോകണം. നമുക്കറിയില്ല ഓരോ ജീവാത്മാവും എവിടെ എത്തുന്നു, എങ്ങനെ എത്തുന്നു. പക്ഷെ നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ അവകാശമില്ല. ആ പരബ്രഹ്മത്തിൽ ലയിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവാത്മാവിനെ നമുക്ക് ഇവിടേക്ക് ആവാഹിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ മോഹിച്ച ഒരു സപ്താഹം നടത്തണമെന്ന് മോഹിച്ച ആ ജീവാത്മാവ് ഭഗവാനിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ഭാഗവത സ്വരൂപിയായിട്ടുണ്ട്. ഇനി അഥവാ പ്രാരബ്ധങ്ങൾ പലതല്ലേ ഓരോ ജീവാത്മാക്കൾക്കും. ഇനി എന്തെങ്കിലും ഒരു കാരണവശാൽ ഏതെങ്കിലും ശരീരമായിട്ട് ഇങ്ങനെ പിതൃസുരഗണയാജി ധാർമ്മികോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാധ്യോപഗാമി. ഇങ്ങനെ പലതരത്തിലാണല്ലോ സഞ്ചാരങ്ങൾ. ഇങ്ങനെ സഞ്ചരിച്ചും കൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഒരു ശരീരമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ജീവാത്മാവിനെ നമുക്ക് ആവാഹിച്ച് ഈ ഭാഗവതത്തിൽ ചേർക്കാൻ നമുക്ക് അവകാശമുണ്ട്. അപ്പൊ നമ്മള് ഒരു സിംഹാസനം പണിയ, ഒരു സിംഹാസനം മനസ്സുകൊണ്ട് പണിയ. ഗോകർണൻ തന്റെ സഹോദരനായിട്ടുള്ള പ്രേതത്തിനെ ആവാഹിച്ചു മുളയിലേക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മള് ഒരാളെ മാത്രമല്ല എത്ര ജീവാത്മാക്കളെ എങ്ങനെയൊക്കെ കൊതിച്ചിട്ടുണ്ടാവുക നമുക്കറിയൂ. കുടുംബപരമായിട്ട്, ദേശപരമായിട്ട്, രാജ്യപരമായിട്ട് ഒക്കെ കോടാനുകോടി ജീവാത്മാക്കൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നുണ്ടാവും. സ്ഥൂല ശരീരങ്ങളായിട്ടുള്ളപ്പോ നമുക്ക് കണ്ണിനെ കാണാം. പക്ഷെ സൂക്ഷ്മ ശരീരികളായിട്ടും യാതനാ ശരീരികളായിട്ടും കാരണശരീരികളായിട്ടും എത്ര ജീവാത്മാക്കൾ
ഈ സപ്താഹം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ടാവും എന്നറിയും. നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. കാരണം അത്ര വലിയൊരു സൽക്കർമാണ് ഒരു സപ്താഹം എന്ന് പറയുന്നത്. അതും ഒരു കലികാലത്തിൽ ഒരു സപ്താഹം നടത്തുക എന്ന് പറഞ്ഞാൽ അതിന്റെ വൈഭവം അത്ര വലുതാണ്. ആ സപ്താഹത്തില് ഒന്ന് എത്തി നോക്കി പോയാൽ മതി. കോടാനുകോടി ജന്മത്തില് കർമാളി വാസന തൽകൃത തനുഭുവന ഭ്രാന്തി കാന്താരപൂരം അത് മുഴുവൻ ഒരു നിമിഷം കൊണ്ട് കത്തി ചാമ്പലാവുന്ന പുണ്യപാപങ്ങളുടെ സഞ്ചയം മുഴുവൻ ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ കത്തി ചാമ്പലാക്കി നമ്മളെ പരിശുദ്ധരാക്കാൻ കഴിയും. സപ്താഹത്തില് 7 ദിവസത്തിന്റെ ഇടയില് ഒരു നിമിഷം, അതാ ഭഗവാന്റെ കാരുണ്യം അതിലേക്ക് അങ്ങോട്ട് കിട്ടണം. എന്നാലേ ആ റൂട്ട് അങ്ങോട്ട് ക്ലിയർ ആവുള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എപ്പോഴും അങ്ങനെ മോഹമായിട്ട് ഇരിക്കാം. അപ്പൊ ഒരു സിംഹാസനം നമ്മൾ കൽപ്പിക്കുക, ഇല്ലെങ്കിൽ കോടാനുകോടി സിംഹാസനങ്ങൾ നമുക്ക് കൽപ്പിക്കുക. സുഹൃതികളായിട്ടുള്ള എത്രയോ ജീവാത്മാക്കള് കൊതിച്ചുകൊണ്ടിരിക്കുന്ന അവരെയൊക്കെ നമുക്ക് ആ സിംഹാസനത്തിൽ സ്വീകരിച്ചു കൊണ്ടുവന്നിരുത്താം. കാരണം നമ്മളുടെ കാര്യം നമ്മൾ നോക്കുക, ഈശ്വരനിലേക്ക് എത്താൻ വേണ്ട നമ്മളുടെ കാര്യം നോക്കുമ്പോഴും ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി കൊതിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒപ്പമുള്ളവരെ നമുക്കൊന്ന് കൈ പിടിച്ചാൽ എന്നാലല്ലേ നമ്മുടെ മുമ്പിൽ നടക്കുന്നവർ നമ്മളെയും കൈ പിടിക്കുള്ളൂ. ശ്രേയോമാർഗത്തിലും അങ്ങനെ ഒരു കൈ പിടിക്കാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ആ ജീവാത്മാക്കളെ, കോടാനുകോടി ജീവാത്മാക്കളെ മുഴുവൻ സ്വർണ്ണ സിംഹാസനം പണിത് അതിലേക്ക് അങ്ങോട്ട് ആവാഹിക്കുക. 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് ഒന്ന് മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട്, ഒരു വ്യക്തിയെ എന്നുള്ളതല്ല, ആ വ്യക്തി ആ നേതാവായിട്ട് എത്രയോ കോടാനുകോടി ജീവാത്മാക്കളെ നമ്മൾ ആവാഹിക്കുക. ഈ അത്യത്ഭുതമായ ഈ നാളെ രാവിലെ ആരംഭിക്കാൻ പോകുന്ന ഈ സപ്താഹത്തിലേക്ക് സ്വാഗതം അരുളുക. അതാണ് നമ്മുടെ പ്രഥമ കർത്തവ്യം. മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യം നോക്കണമെങ്കിൽ നമുക്ക് ലോകത്തിന്റെ മുഴുവൻ നന്മയെ കാക്ഷിച്ചാലേ നമ്മളാവുള്ളൂ. അതിന് ലോകത്തിലെ സുഹൃതികളെ മുഴുവൻ നമ്മൾ ആവാഹിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. പീതാംബരം കരവിരാജിത ചക്രശംഖ കൗമോദകീ സരസിജം കരുണാ സമുദ്രം രാധാസകായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം കഥാമയീം ഭാഗവതാഭിധാന ഹരേ തനുതേ ചരി
त्वदीयैः यथामति त्वत्परितोषकामस्तौमि प्रसीदाच्युत मारुतेश प्रसीदाच्युत मारुतेश। सर्वत्र गोविंद नाम संकीर्तन गोविंद गोविंद। സകലരെയും നമ്മൾ ഇവിടേക്ക് ആവാഹിച്ചു. നമ്മൾ സ്വർണ്ണ സിംഹാസനമൊക്കെ ഇട്ടു കൊടുത്തു. പണ്ട് ആനന്ദതടത്തില് സനൽകുമാരാദികള് ഒരു സപ്താഹം നടത്താൻ വേണ്ടിയിട്ട് ആലോചിച്ചപ്പോ അനവധി ആൾക്കാർ അവിടെ വന്നു. അവർക്കൊക്കെ സിംഹാസനം ഇട്ട് കൊടുത്തു. അവരൊക്കെ അവിടെ ഇരുന്ന് ബക്കളായിട്ട് കസാല അങ്ങോട്ടും വലിച്ചിരുന്നു. ഞാൻ ആദ്യം അവിടെ ഇവിടെ എന്ന് തോന്നി. അവിടെ ഇങ്ങോട്ട് നാമജപം തുടങ്ങിയിട്ട് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ഉറക്കെ അങ്ങനെ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോ ഓടി വന്നു ഒരു പെൺകുട്ടി. കുട്ടികളുടെ രണ്ട് വൃദ്ധന്മാരും ഞാൻ എവിടെ ഇരിക്കണ്ട, എനിക്ക് സീറ്റില്ലല്ലോ എവിടെയെന്ന് ചോദിച്ചപ്പോ ഭഗവാൻ പറഞ്ഞു എന്നാണ്, ഭക്തന്മാരുടെ ഹൃദയത്തിൽ പോയി അങ്ങനെ ഇരുന്നോളാം, അവിടെയാണ് നിനക്ക് സ്ഥാനം, നിന്റെ സിംഹാസനം ഭക്തന്മാരുടെ ഹൃദയമാണെന്ന്. ആനന്ദതടത്തില് സനകാദികള് ആചാര്യനായിട്ട് നാരദൻ തുടങ്ങിയിട്ടുള്ള ശ്രോതാക്കള് ആയിട്ട് നടക്കുന്ന സപ്താഹത്തില് ഭക്തിക്ക് സിംഹാസനം നമ്മള് ഭക്തന്മാരുടെ ഹൃദയമാണ്. ആ ഭക്തി ദേവിയെ വൈകുണ്ഠത്തില് കലികാലം ആരംഭിക്കുമ്പോ മുക്തിയെ ദാസിയായിട്ട് കൊടുത്തുകൊണ്ട് ഭക്തിയെ ഭൂമിയിലേക്ക് വർണ്ണയിച്ചു എന്നാണ് ഭഗവാൻ. ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഭക്തി ദേവി കുടികൊള്ളുന്നത്. ആ ഭക്തി ദേവിയെ ഭക്തി ദേവിക്ക് കുടികൊള്ളാൻ പാകത്തിനുള്ള ഒരു ഹൃദയമാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കി തീർക്കുക കൃഷ്ണ കഥകളിലൂടെ. അപ്പോ ഭക്തി ദേവിക്ക് സുഖമായിട്ട് ഇരുന്ന് വിലസാം നമ്മുടെ ഹൃദയത്തില്. ആ ഭക്തി ദേവിയെ ആവാഹിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലും ഭക്തി ദേവി ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന കുട്ടികളോടൊത്ത് വന്നിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചു. ആ കഥാഭാഗം പറയുന്ന പത്മപുരാണം. പുരാണങ്ങൾ 18, ഉപപുരാണങ്ങൾ 18. പത്മപുരാണത്തിന്റെ മഹാത്മ്യം പല പുരാണങ്ങളിലും ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയുന്നുണ്ട്. പത്മപുരാണത്തിൽ ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയുന്നത് വളരെ വിസ്തരിച്ച. പത്മപുരാണം എന്ന് പറഞ്ഞാൽ 693 അധ്യായം. ശ്രീമദ് ഭാഗവതം 335 അധ്യായമുള്ളൂ. അപ്പൊ 335 കൂടി കൂട്ടിയാൽ പിന്നെ ഒരു 23 കൂടി അധ്യായമുണ്ട്. അത്ര വലുതാണ് പത്മപുരാണം. ആ പത്മപുരാണം ഭാഗവതത്ത് 12 സ്കന്ധം എന്ന് പറയിച്ചാൽ ഈ 693 അധ്യായമായിട്ടുള്ള പത്മപുരാണത്തെ 7 ആക്കിയിട്ട് ഭാഗിച്ചിട്ടുള്ളൂ. 7 ഖണ്ഡങ്ങൾ. സൃഷ്ടിഖണ്ഡം, ഭൂമിഖണ്ഡം, സ്വർഗഖണ്ഡം, അങ്ങനെ 3 പിന്നെ ബ്രഹ്മഖണ്ഡം, പാതാളഖണ്ഡം, അങ്ങനെ 5. സൃഷ്ടിഖണ്ഡം, ഭൂമിഖണ്ഡം, സ്വർഗഖണ്ഡം, ബ്രഹ്മഖണ്ഡം, പാതാളഖണ്ഡം, ഉത്തരഖണ്ഡം. 6 ഖണ്ഡങ്ങളായിട്ടാണ്, 6 തിരിച്ചിട്ട്. അതില് ഉത്തരഖണ്ഡത്തിലുള്ള ആ പത്മപുരാണത്തിലുള്ള ഭാഗമാണ് 175 അധ്യായം മുതൽ 18 അധ്യായം ഗീതയുടെ മാഹാത്മ്യം. ഭഗവത്ഗീത 18 അധ്യായങ്ങളും ഭഗവത്ഗീത. ആ ഭഗവത്ഗീതയുടെ മാഹാത്മ്യം ഈ പത്മപുരാണത്തിൽ 18 അധ്യായമായിട്ട് വർണ്ണിക്കും. അപ്പൊ ആ ഭഗവത്ഗീതയുടെ പ്രാധാന്യം എത്ര വലുതാ പത്മപുരാണത്തിൽ പറയണതെന്ന് ആലോചിച്ചു നോക്കൂ.
അത് കഴിഞ്ഞിട്ടാണ് 6 അധ്യായത്തില് ഈ ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയണത്. അതിൽ ഒരു അധ്യായം നമുക്ക് പാരായണം ചെയ്തിട്ട് ആ 6 അധ്യായത്തിൽ പറഞ്ഞത് എന്താന്ന് ഒന്ന് അനുസ്മരിച്ച് ഈ ഒരു സുഹൃതം നമുക്ക് കിട്ടിയത് ഭാഗ്യം ആലോചിക്കണം. നമുക്ക് നമ്മുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. കോടാനുകോടി ജീവാത്മാക്കൾ ഇവിടെ വന്നിരുന്നോട്ടെ, അവരുടെ കാര്യം നോക്കിക്കോട്ടെ. നമ്മൾ അവരോട് ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞു. ആവാഹിക്കുക നമ്മൾ ചെയ്തുവല്ലോ. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ അവര് ശ്രദ്ധിച്ചാൽ അവർക്ക് രതി കിട്ടും, രതി കിട്ടിയാൽ ഭക്തി കിട്ടും. ശ്രദ്ധാരത്യ ഭക്തി അനുക്രമിഷ്യതി. ഭക്തി കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും കിട്ടുന്ന കാര്യമില്ല. അപ്പൊ അത് അവരുടെ ചുമതല. നമുക്ക് അതുപോലെ ശ്രദ്ധ ഉണ്ടാവട്ടെ. ഋഗ്വേദത്തിലെ അവസാനത്തെ അവസാനത്തെ അധ്യായത്തില് ഒരു ചെറിയൊരു സൂക്തമുണ്ട്, ശ്രദ്ധാസൂക്തം. ശ്രാദ്ധ എന്ന് പറയുന്നത് ശ്രദ്ധയാണ്. പിതൃകർമ്മത്തിൽ ഏറ്റവും വേണ്ടത് ശ്രദ്ധയാണെന്നാണ്. കർമ്മത്തിന് വലിയ ഗഹനതയൊന്നുമില്ല, പക്ഷെ ശ്രദ്ധയാണ് ചെയ്യാൻ പറ്റില്ല. അത്ര ശ്രദ്ധയാണ്. അപ്പൊ ഭാഗവതം എന്ന് പറഞ്ഞാൽ ശ്രാദ്ധത്തെക്കാൾ അധികം ശ്രദ്ധ വേണ്ടതാണ്. ശ്രദ്ധിച്ചാൽ രതി ഉണ്ടാവും, രതി ഉണ്ടായാൽ ഭക്തി ഉണ്ടാവും, ഭക്തി ഉണ്ടായാൽ മുക്തി ഉണ്ടാവും. ശ്രദ്ധാരത്യ ഭക്തി അനുക്രമിഷ്യതി ക്രമാൽ മുക്തിർഭവതി. ഇതാണ് ഭാഗവതത്തിന്റെ തത്വം. ഇത് നമുക്ക് ഈ തത്വത്തിന്റെ മഹത്വം, അതാണ് ഈ പത്മപുരാണത്തിന് 6 അധ്യായമായിട്ട് നമ്മുടെ മുന്നില് സനകാദികള് നാരദാദികളുടെ മുന്നിൽ അവതരിപ്പിച്ച ആ മഹാത്മ്യ പ്രഭാഷണമാണ് ഈ 6 അധ്യായം തന്നെ പറയാം. അതാണ് വർണ്ണിക്കുന്നത്. അതിലൊരു അധ്യായം പറയാനായിട്ട് വാസുദേവായ കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ പ്രജപ്രിയം കൃഷ്ണം ദ്വൈവായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രഭാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. യം പ്രവ്രജന്തമനുവേദമവേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഭാവ പുത്രേതി തന്മയതയാ തരവോഭിനേതുക്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. നൈമിഷേ സൂതമാസീനമഭിവാദ്യ മഹാമതിം കഥാമൃതരസാസ്വാദകുശല ശൗനകോ ബ്രവീൽ. ശൗനക ഉവാച അജ്ഞാനദ്വാന്ത വിധ്വംസകോടി സൂര്യസമപ്രഭ സൂതാഖ്യാഹി കഥാസ്ഥാനം മമ കർണരസായനം. ഭക്തിജ്ഞാന വിരാഗാപ്തോ വിവേകോ വർദ്ധനേ മഹാൻ. മായാമോഹനിനാസശ്ച വൈഷ്ണവൈ ക്രിയതേ കഥം. ഇഹ ഘോരേ കലോ പ്രായോ ജീവച്ചാസുരതാം ഗത. ക്ലേശാക്രാന്തസ്ഥിതസീവ ശോധനേ കിം പരായണം. ശ്രേയസാം യദ്ഭവേത് ശ്രേയഃ പാവനാനാം ച പാവനം. കൃഷ്ണപ്രാപ്തികരം ശശ്വത് സാധനം തദ്വദാധുനാ. ചിന്താമണിർലോകസുഖം ദുരന്തൃസ്വർഗസമ്പദം. പ്രയച്ഛതി ഗുരുപ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. സൂതോവാച പ്രീതിശൗനകചിത്തേ ദേഹ്യതോ വച്മി വിചാര്യ ച. സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം. ഭക്തിയോഗവർദ്ധനം യച്ഛ കൃഷ്ണസന്തോഷഹേതുകം തദഹം തേ വിദാസ്യാമി സാവധാനതയാ ശൃണു. കാലവ്യാളംഭഗ്രാസത്രാസനിർനാശഹേതവേ ശ്രീമദ്ഭാഗവതം ശാസ്ത്രം കരോകീലേന ഭാഷിതം. ഏതസ്മാദപരം കിഞ്ചിത് മനഃശുദ്ധ്യൈ ന വിദ്യതേ. ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത്. പരീക്ഷിതേ കഥാവക്തം സഭായാം തപ്തിദേശുകേ. സുധാകുംഭം ഗൃഹീത്വേവ ദേവാസ്തത്ര സമാഗമൻ. ശുകം നത്വാവദൻ സർവേ സ്വകാര്യകുശലാസുരാ. കഥാസുധാം പ്രയച്ഛസ്വ ഗൃഹീത്വൈവ സുധാമിമാം. ഏവം വിനിമയേ ജാലേ സുധാരജ്ഞാ പ്രമീയതാം. പ്രവാസ്യാമോ വയം സർവേ ശ്രീമദ്ഭാഗവതാമൃതം. ക്വ സുധാ ക്വ കഥാ ലോകേ ക്വ കാജ ക്വ മണിർമഹൻ. ബ്രഹ്മരാദോ വിചാര്യൈവം തഥാ ദേവാഞ്ജഹാസഃ. അഭക്താൻസ്താംശ്ച വിജ്ഞായ ന ദദോ സ കഥാമൃതം. ശ്രീമദ്ഭാഗവതീ വാർത്താസുരാണാമപി ദുർലഭ. രാജ്ഞോ മോക്ഷം ദധാവീക്ഷ്യ പുരാ ധാതാ വിവിസ്മിത.
സത്യലോകേ തുലാം ബദ്ധ്വാ തോലയത് സാധനാന്യജ ലഘൂന്യന്യാനി ജാതാനി ഗൗരവേണ ഇദം മഹൽ തദാർഷിഗണാഃ സർവേ വിസ്മയം പരമം യയോ മേനിരേ ഭഗവദ്രൂപം ശാസ്ത്രം ഭാഗവതം കലോ പഠനാത് ശ്രവണാത് സദ്യോ വൈകുണ്ഠഫലദായകം സപ്താഹേന ശ്രുതം ചെയ്തത് സർവധാ മുക്തിദായകം സനകാദ്യൈ പുരാ പ്രോക്തം നാരദായതയാപരേ യദ്യപി ബ്രഹ്മസംബന്ധാച്യുതമേതത് സുലക്ഷിണ സപ്താഹശ്രവണവിധി കുമാരൈസ്തസ്യ ഭാഷിത ശൗനക ഉവാച ലോകവിഗ്രഹമുക്തസ്യ നാരദസ്യാസ്ഥിരസ്യ ച വിനിശ്രവേ കുതപ്രീതി സംയോഗ കുത്രതൈഃ സഹ സൂത ഉവാച അത്ര തേ കീർത്തയിഷ്യാമി ഭക്തിയുക്തം കഥാനകം ശുകേന മമ യത് പ്രോക്തം രഹ ശിഷ്യം വിചാര്യ ച ഏകദാ ഹി വിശാലായാം ചത്വാരഋഷയോ മനാഃ സത്സംഗാത്തം സമായാതാദ് ദൃശുസ്തത്ര നാരദം കുമാരൗജു കഥം ബ്രഹ്മന്ദീനമുഖ കുതശ്ചിന്താതുരോ ഭവാൻ ത്വരിതം ഗമ്യതേ പുത്ര കുതശ്ചാഗമനം തവ ഇദാനീം ശൂന്യചിത്തോസി ഗതവിത്തോ യഥാ ജന തവേദം മുക്തസംഗസ്യ നോജിതം വദ കാരണം നാരദോവാച അഹം തു പൃഥിവീം ജാതോ ജ്ഞാത്വാ സർവോത്തമാമിതി പുഷ്കരം ച പ്രയാഗം ച കാശീം ഗോദാവരീം തഥാ ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം ഇവമാതിഷു തീർത്ഥേഷു ഭ്രമമാണൈതത്തദാ നാപച്യൻ കുത്രജിത് ശർമാമന സന്തോഷകാരണം കലിനാ അധർമ്മമിത്രേണ ആധരേയം വാദിധാധുന സത്യം നാസ്തി തപശ്ശൗചം ദയാദാനം ന വിദ്യതേ ഉദരം ഭരണോ ജീവാവരാഗൂഢഭാഷിണ മന്ദാസു മന്ദമനയോ മന്ദഭാഗ്യാക്ഷുഭദ്രുതാഃ പാഖണ്ഡനിഗതാ സന്തോ വിരക്താ സപരിഗ്രഹാഃ കരുണീ പ്രഭുദാ ഗേഹേസ്യാലവോ ബുദ്ധിദായക കന്യാവിക്രയിണോ ലോപാദ് ദമ്പതീനാം ച കൽക്കനം ആശ്രമോ ആശ്രമേ യവനേ ദുഃഖാസ്തീർത്ഥാനി സരിതത്തദാ ദേവതായതദാന്യത്ര ദുഷ്ടേർനഷ്ടാനി ഭൂരിശ ന യോഗീ നൈവ സിദ്ധോ വാ ന ജ്ഞാനീ സത്വിയോ നര കലിതാവാനലേനാദ്യാ സാധനം ഭസ്മതാം ഗതം അട്ടശൂലാ ജനപദാ ശിവശൂലാ ദ്വിജാതയ കാമിന്യ കേശശൂലിന്യ സംഭവന്തി കലാവിഹ ഏവം പശ്യൻ കലേർദോഷാൻ പര്യടന്നവനീമഖം യാമനം തടമാപന്നോ യത്ര ലീലാഹരേരഭൂത് തത്രാശ്ചര്യം മയാ ദൃഷ്ടം ശ്രൂയതാം തന്മുനീശ്വര ഏകാതു തരുണീ തത്ര നിഷണ്ണാ ഖിന്നമാനസ വൃദ്ധോ ദൗ പതിതോ പാർശ്വേ നിശ്വസന്താവചേതനോ ശുശ്രൂഷന്തി പ്രബോധന്തി രുദതി ചതയോഃ പുരാ ദശദിക്ഷു നിരീക്ഷം ദീക്ഷിതാരം നിജം വപു വിദ്യമാനാ ശതസ്ത്രീഭിർബോധ്യമാനാ മുഹുർമുഹു ദൃഷ്ട്വാ ദൂരാദ്ഗതസോഖം കൗതുകേന തദന്തികം മാം ദൃഷ്ട്വാ ചോദ്ധിതാ ബാലാ വിഹ്വലാ ചാബ്രവീത്വജ ബാലോവാച ഭോ ഭോഃ സാധോക്ഷണം തിഷ്ഠ മച്ഛിന്താമവിനാശയ ദർശനം തവ ലോകസ്യ സർവഥാ ഗഗനം പരം ബഹുധാ തവ വാക്യേന ദുഃഖശാന്തിർഭവിഷ്യതി യഥാ ഭാഗ്യം ഭവേത് ഭൂരി ഭവതോ ദർശനം തദാ നാരദ കാസിത്വം കാവിമൗചേമാനാര്യ കാഃ പത്മലോചനാഃ വദദേവി സവിസ്താരം സ്വസ്യ ദുഃഖസ്യ കാരണം ബാലോ വാച അഹം ഭക്തിരിനിഖ്യാത ഇമോ മേ തനയോ മതോ ജ്ഞാനവൈരാഗ്യനാമാനോ കാലയോഗേന ജർജരോ ഗംഗാദ്യാ സരിതസ്യേമാമത്സേവാർത്ഥം സമാഗതാഃ വാർത്താമേ വിദതാപ്യസ്തി താം ശ്രുത്വാ സുഖമാവഹ ഉൽപ്പന്നാദ്രവിടേ സാഗം വൃദ്ധിം കർണാടകേ ഗതാ ക്വചിന്താഭ്യാം സഹമന്ദതാം വൃന്ദാവനം പുനഃപ്രാപ്യ നവീനേവ സ്വരൂപിണീ ചാതാകം
യുവതീ सम्यक् प्रेष्ठरूपातु साम्प्रतम् इमौ तु चैतावत्रा सुतो मे क्लिश्यतश्रमाल् इदं स्थानं परित्यज्य विदेशं गम्यते मया जगठत्वं समायातौ तेन दुःखेन दुःखिता सागं तु तरुणी कस्माल् सुतो वृद्धा विमोकुता त्रयाणां सकचालित्वाद् वैपरीत्यं कुतस्थितं खडते जरठामाता तरुणो तनया विधि अदशोचामि चात्मानं विस्मयाविष्टमानसा वद योगनिधे धीमन् कारणं जात्र किं भवेत् नारद उवाच ज्ञानेनात्मनि पश्यामि सर्वमेतत्तवानखे न विषादत्वया कार्यो हरिः शं ते करिष्यति क्षणमात्रेण तज्ज्ञात्वा वाक्यमुजे मुनीश्वर नारद उवाच शृणुष्वावकिताबाले युगोऽयं दारुणः कलि तेन लुप्तः सदाचारो योगमार्गस्तवांसि जना अद्यासुरायन्ते शाढ्य दुष्कर्मकारिणा इह सन्तो विषीदन्ति प्रविश्यन्ति ह्यसाधवा धत्ते धैर्यं तु यो धीमान् स धीरः पण्डितोऽथवा अस्पृश्यानवलोक्येयं शेषभारगणीधर वर्षे वर्षे तु यो वर्षे वर्षे क्रमाज्ञाता मङ्गलं नाभिदृश्यते न त्वामपि सुखैः साकं कोऽपि पश्यति साम्प्रतम् उपेक्षितानुरागान्धैर्जज्जरत्वेन संस्थिता वृन्दावनस्य संयोगात् पुनस्त्वं तरुणी नव धन्यं वृन्दावनं नाम धन्यं वृन्दावनं तेन भक्तिर्नृत्यति यत्र च अत्रेवो ग्राहका भावान् न जरामपि कुञ्जत किञ्चिदात्मसुखेनेह प्रसुप्तिर्मन्यते नयोः भक्तिर्वाच कथं परीक्षिता राज्ञा स्थापितोऽख्यशुचिः कलि प्रवृत्ते तु कलौ सर्वसारः कुत्र गतो महान् करुणापरेण हरिणाप्यधर्मः कथमीक्ष्यते इमं मे संशयं छिन्दि त्वद्वाचा सुखितास्म्यहम् यदि पृष्ठस्त्वया बाले प्रेमतः श्रवणं कुरु सर्वं वक्ष्यामि ते भद्रे कस्मलं ते गमिष्यति यदा मुकुन्दो भगवान् क्ष्मां त्यक्त्वा स्वपदं गदा तद्दिनात् कलिरायाद सर्वसाधनबाधका दृष्टो दिग्विजयराज्ञादीनवक्षराङ्गद न मया मारणीयोऽयं सारङ्गैव सारभुक् यद्फलं नास्ति तपसा न योगेन समाधिरा तद्फलं लभते सम्यक् खलु केशवकीर्तनात् एकाकारं कलिं दृष्ट्वा सारवत्सारनीरसं विष्णुरातस्थापितवान् कलिजानां सुखाय च कर्माचरणात् सारः सर्वतो निर्गतोऽधुना पदार्थासंस्थितौ संस्थिता भूमौ बीजहीना तृषायता विप्रैर्भागवती वार्ता गे 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 जने जने कारिता कणलोभेन कथासारस्ततो गता अत्युग्रभूरिकर्माणो नास्तिकारोरवा जनाः ते वितिष्ठन्ति तीर्थेषु तीर्थसारस्ततो गताः कामक्रोधमहालोभ तृष्णाव्याकुलचेतसा तेऽपि तिष्ठन्ति तपसि तपःसारस्ततो गताः मनसश्चाजयोल्लोभाद्रम्भात्वाखण्डसंश्रयात् शास्त्रानभ्यसनाच्चैव ध्यानयोगफलं गतम् पण्डितास्तु कलत्रेण रमन्ते ये मघिषा इव पुत्रस्योत्पादने दक्षा अदक्षा मुक्तिसाधने न हि वैष्णवता कुत्रा सम्प्रदाय पुरस्सर एवं प्रलयतां प्राप्तो वस्तु सारस्थले स्थले अयं तु युगधर्मो
വർത്തതേ കസ്യ ദൂഷണം അദസ്തു പുണ്ഡരീകാക്ഷ സഗതേ നികടേ സ്ഥിത. സൂത ഉവാച ഇതി തദ്വചനം ശ്രുത്വാ വിസ്മയം പരമം ഗതാ ഭക്തിരൂചേ വചോ ഭൂയ ശ്രൂയതാം തച്ച ശൗനക. ഭക്തിരുവാച സുദർശേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. ജയതി ജഗതി മായാം യസ്യ കായാധവസ്തേ വചനരചനമേകം കേവലം ചാകലയ്യ. തേ വചനരചനമേകം കേവലം ധ്രുവപദമപി യാതോ യകൃപാദോ ധ്രുവോയം സകലകുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. ശ്രീകൃഷ്ണ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭാഗവതത്തിന്റെ മാഹാത്മ്യം നമ്മൾ ഉൾക്കൊള്ളണം. കാരണം എന്ത് കാര്യത്തിന്റെയും വൈഭവം ഉൾക്കൊണ്ടാലേ ആ കർമ്മം നമുക്ക് നേരെ ചെയ്യാൻ പറ്റുള്ളൂ. സർട്ടിഫിക്കറ്റിന്റെ വില അറിഞ്ഞാലേ പഠിക്കാൻ തോന്നുള്ളൂ. ശമ്പളം എത്ര കിട്ടുന്ന അറിഞ്ഞാലേ ജോലിക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ തോന്നുള്ളൂ. വിവാഹം കഴിച്ചിട്ടുള്ള ജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാലേ കല്യാണം ആലോചിക്കുള്ളൂ. ഏത് പ്രവൃത്തിയും അതിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് ആ പ്രവൃത്തി പരിശുദ്ധമായി തീരുന്നത്. നമുക്കത് പരിശുദ്ധമാക്കി തീർക്കാനും നമുക്ക് ഉപയോഗപ്രദമാക്കി തീർക്കാനും കഴിയുള്ളൂ. അതാണ് മാഹാത്മ്യത്തിന് ഇത്രയധികം പ്രാധാന്യം. ഭാഗവത മാഹാത്മ്യം ഉൾക്കൊള്ളണം. കാരണം കിട്ടിയിട്ടുള്ള അവസരം ചെറുതല്ല, വളരെ വലുതാണ്. നിരന്തരം നൈരന്തര്യം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ്. ഒരു ദിവസം നിരന്തരമായിട്ട് ഉപാസിച്ചു, പിന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അധികമായിട്ട് 1 മണിക്കൂറാണ് പണിയെടുത്തു, പിന്നെ 10 മണിക്കൂർ ഒന്നിനും വയ്യാതെ അതുകൊണ്ട് കാര്യമില്ല. ഓരോ മണിക്കൂറും കൃത്യമായിട്ട് അങ്ങനെ പണിയെടുക്കുമ്പോഴാണ് 8 മണിക്കൂർ വൃത്തിയായിട്ട് പണിയെടുത്തിട്ട് ജോലി അവസാനിപ്പിച്ച് ഓഫീസിൽ പോകാൻ പറ്റുന്നത്. അപ്പൊ ഒരു ക്രമം, നൈരന്തര്യം, സ്റ്റാമിനയുടെ നൈരന്തര്യം, ശ്രദ്ധയുടെ നൈരന്തര്യം. സ്റ്റാമിന എന്ന് പറഞ്ഞാൽ ഓരോ പ്രവൃത്തിക്കും ഓരോന്നിനാണ് സ്റ്റാമിന വേണ്ടത്. കർമ്മേന്ദ്രിയങ്ങൾക്ക് സ്റ്റാമിന ഉണ്ടെങ്കിൽ ശരീരം കൊണ്ട് ഓരോ കർമ്മേന്ദ്രിയങ്ങള് ഉപയോഗിച്ചിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് സ്റ്റാമിന ഉണ്ടെങ്കിൽ ജ്ഞാനപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിനും ബുദ്ധിക്കും ചിത്തത്തിനും അഹങ്കാരത്തിനും ഒക്കെ സ്റ്റാമിന ഉണ്ടാവും. ശ്രദ്ധയ്ക്ക് സ്റ്റാമിന ഉണ്ടാവും. അതാണ് ഭാഗവതത്തിൽ ഏറ്റവും പ്രധാനം, ശ്രദ്ധ. ഇനി തുടങ്ങുന്ന നാളെ രാവിലെ മുതൽ എന്ന് വേണോ, എനിക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. അത് നമ്മളാ തീരുമാനിക്കേണ്ടത്. എപ്പോഴാണ് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്? ഒരേ ദിക്കിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഭാഗവതം എന്ന ഗ്രന്ഥം തന്നെ ഭഗവാനാണ്. അപ്പൊ ആ ഭാഗവതത്തിന്റെ ശ്ലോകങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഭാഗവതത്തിൽ എത്ര അധ്യായം ഉണ്ടെങ്കിൽ വായിക്കാം, അത് ചിന്തിക്കുക. അപ്പൊ വായിച്ചു തീർന്നത് എത്ര ഉണ്ടെന്ന് അധ്യായം ആലോചിക്കുക. അടുത്ത അധ്യായത്തിൽ എത്ര ശ്ലോകം ഉണ്ടെന്ന് ആലോചിക്കുക. ഇതൊക്കെ കയ്യിലും മതി. ഭഗവാനെ ചിന്തിക്കണം തന്നെയാണ്. ഇനി അതല്ല, ആ ശ്ലോകങ്ങളിലുള്ള അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ?
അത് അതിലേറെ കേമായി. ഓരോ ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം അങ്ങനെ ഉൾക്കൊണ്ടിട്ട് നിർവൃതിയായിട്ട് ഇനി അടുത്ത ശ്ലോകം വായിക്കാം എന്നാവുമ്പോ അടുത്ത ശ്ലോകം വായിക്കാം. അങ്ങനെ ആ ശ്ലോകം വായിക്കൽ കഴിഞ്ഞാൽ ഓരോരുത്തരും അതിന്റെ അർത്ഥം അങ്ങനെ ആലോചിച്ച് നിർവൃതിയിൽ ഇങ്ങനെ എത്തുക. അപ്പൊ പിന്നെ എന്താ വായിക്കലില്ല, അതിന്റെ അർത്ഥത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. എല്ലാരും കണ്ടു തുറന്ന് നോക്കാൻ തുടങ്ങിയ വായിക്കുന്ന ആൾ അടുത്ത ശ്ലോകം വായിക്കും. ആ അടുത്ത ശ്ലോകങ്ങൾ വായിക്കുമ്പോഴേക്കും എല്ലാവരും കണ്ണടച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നിർവൃതി കൊണ്ടു. ചിലവര് തുള്ളിച്ചാടണു, ചിലവര് കണ്ണീരൊഴുക്കണു, ചിലവര് അട്ടഹസിക്കണു. അത് കഴിഞ്ഞിട്ട് എന്തായി വായിക്കുന്ന ആളെ മൊത്തക്ക് നോക്കുകയാണെങ്കിൽ 4ാമത്തെ ശ്ലോകം വായിക്കാം. ആ ശ്ലോകം വായിച്ചു അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോ അപ്പ തുടങ്ങുന്ന വായന സൂര്യൻ അസ്തമിക്കണതിന്റെ ഒരു 24 മിനിറ്റെങ്കിലും മുമ്പ് അതുകൊണ്ട് അവസാനിപ്പിക്കുക. കാരണം പിന്നെ കുളിച്ച് സൂര്യനെ വന്ദിച്ചിട്ട് വേണം രാത്രി. പിന്നെ എന്തായി ആ വായിച്ചതും അനുസ്മരിച്ചതും ഒക്കെ ഉണ്ടല്ലോ, അന്ന് ഇങ്ങനെ ആലോചിച്ച് ഉറപ്പിച്ചത്, കേട്ട് ആനന്ദിച്ചതും തുള്ളിച്ചാടിയതൊക്കെ അറിഞ്ഞതും ആയിട്ടുള്ള നിമിഷങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക രാത്രി. അങ്ങനെ ഓർത്തിരിക്കുമ്പോഴാണ് കോഴി കൂണ് കേട്ടാ അപ്പൊ പോയി കുളിച്ച് സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ മുമ്പ് അവനവനെയൊക്കെ പൂജിച്ച് ആ സൂര്യഭഗവാനെ ആവാഹിച്ച് സൂര്യഭഗവാനെ പൂജിച്ച് നമ്മളിതാ തുടങ്ങിയ ഈ ആദ്യം തുടങ്ങിയ ഈ കഥകൾ, ഈ ശ്ലോകങ്ങൾ വായിച്ച് ഇങ്ങനെ പോവുക. അപ്പൊ പിന്നെ മലയാളമൊന്നുമില്ല, മലയാളത്തിലൊന്നും വേണമെന്നില്ല. അപ്പൊ ആ ശ്ലോകം ഇങ്ങനെ വായിക്കുക, അർത്ഥങ്ങൾ മനസ്സിലാവുക, വൈകുന്നേരമാവുക, നിർത്തുക, രാത്രി മുഴുവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഉറക്കമില്ല, ഭക്ഷണമില്ല. ആലോചിച്ച് നോക്കൂ. ഇതാണ് 7 ദിവസം ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തപ്പോ അവിടെ സംഭവിച്ചിട്ടുണ്ടാവും. എങ്ങനെയും ഇങ്ങനെ നമുക്ക് ശക്തി ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആവാം. അപ്പോ ദുന്ദുകാരിക്ക്, പ്രേതാവസ്ഥയിലുള്ള ദുന്ദുകാരിക്ക് 7 ദിവസം കൊണ്ട് ഈ കേട്ടത് ഇങ്ങനെ കേട്ടതാണോ എന്ന് ഇഷ്ടമില്ല, ഇതിലേറെ ദൃഢത ഉണ്ടാവും. അദ്ദേഹത്തിന് സന്ധ്യാവന്തനം കൂടി വേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതിലേറെ ദൃഢമായിട്ട് ശ്രദ്ധിച്ച് ശരീരത്തെ പോലും, പ്രേത ശരീരം ഉണ്ടല്ലോ, പ്രേതത്തിന് ഒരു ശരീരമുണ്ട്, പ്രേത ശരീരം. ആ ശരീരം മുളയുടെ ഉള്ളിൽ വെച്ചിട്ട് അതിനെ പോലും മറന്നുകൊണ്ട് ഒരേ ഒരു ലക്ഷ്യമായിട്ട് ഇരുന്നപ്പോ ഓരോ ദിവസവും ഓരോ കമ്പ് പൊട്ടി മേപ്പെട്ട് പോയി. 7ാമത്തെ ദിവസം 7ാമത്തെ കമ്പും കൂടി പൊട്ടി സാക്ഷാൽ വിഷ്ണുവിന്റെ രൂപത്തിലായി ശംഖചക്ര ഗദാപത്മധാരിയായിട്ട് മാറി. വൈകുണ്ഠത്തുനിന്ന് വിശ്വപാരിഷദന്മാര് വിമാനം കൊണ്ടുവന്നു, അതിൽ കയറി പോയി. അദ്ദേഹത്തിന് മാത്രമേ ടിക്കറ്റ് കിട്ടിയുള്ളൂ. അത്ര ശ്രദ്ധിച്ച ആൾക്ക് മാത്രമേ അന്ന് ഗോകർണം നടത്തിയ സപ്താഹത്തില് ടിക്കറ്റ് കിട്ടിയുള്ളൂ. ഗോകർണം ഓടിച്ചെന്നിട്ട് കയറാൻ തുടങ്ങിയപ്പോഴേക്കും അവിടുന്ന് വിമാനത്തിൽ നിന്ന് പടിയൊക്കെ മാറ്റി വെച്ചു. എന്താ ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല വെച്ചപ്പോഴാ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടില്ല. ശ്രദ്ധയുടെ നൈരന്തര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വപാരിഷദന്മാര് പറയാ. ആ ശ്രദ്ധയുടെ നൈരന്തര്യം ഈ പ്രേതത്തിന് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ട് പ്രേതത്തിനെ മാത്രമേ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ശ്രദ്ധയുടെ നൈരന്തര്യം നിരന്തരം ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാനെ കുറിച്ചും ഭാഗവതത്തെ കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ട് വേറെ ഒരു ചിന്തയില്ലാതെ അനന്യാശ്ചിന്തയന്തോമാ യേ ജനാഃ പര്യുപാസതേ തേഷാം നിത്യാഭിക്വദാനാം യോഗക്ഷേമം മഹാമ്യഹം. ഭഗവാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് നമുക്ക് ഒരേ ഒരു കർത്തവ്യമുള്ളൂ, ശ്രദ്ധയുടെ നൈരന്തര്യം ഉണ്ടാക്കി തീർക്കുക. 7 ദിവസം, അത് രാവും പകലും. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, വേറെ ഒന്നിനെ കുറിച്ച് പറയാതിരിക്കുക. വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതിരുന്ന വേറെ ഒന്നിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. വേറെ ഒന്നിനെ കുറിച്ച് നമുക്ക് ഒന്നും ചെയ്യാതിരിക്കുക. ഈ ഭാഗവതത്തെ കുറിച്ച് മാത്രം, ഈ സപ്താഹത്തിന് വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഈ സപ്താഹത്തിലേക്ക് മാത്രം കൂട്ടി യോജിപ്പിക്കുക മനസ്സിനെയും കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും.
മനസ്സിനെയും ബുദ്ധിയും ചിത്തത്തെയും അഹങ്കാരത്തെയും അതിലേക്ക് കൂട്ടി യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ആ ഒരു ശ്രദ്ധയുടെ നൈരന്തര്യം ഉണ്ടാക്കി തീർത്താൽ ഗോകർണൻ കൂട്ടുകാരോട് കൂടി ആദ്യം തുടങ്ങിയ ഒരു സപ്താഹം, ആ സപ്താഹം കഴിഞ്ഞപ്പോഴേക്കും അനവധി ആൾക്കാർ ടിക്കറ്റ് എടുത്തു. അവർക്കൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോകാറായി. അപ്പൊ അതുകൊണ്ട് നമുക്കിതാ ഇപ്പൊ ടിക്കറ്റ് കൗണ്ടർ തുറക്കുകയാണ്. ആ ടിക്കറ്റ് വാങ്ങാനുള്ള കൈയിട്ടോളൂ, തരണോ തരണ ആളല്ലേ തീരുമാനിക്കാൻ. അപ്പൊ ആ ഒരു ദ്വാരത്തിലൂടെ നമ്മൾ കൈയിട്ട് നീട്ടുക, ഞങ്ങൾക്ക് ടിക്കറ്റ് വേണം. 7 ദിവസത്തിന് മുമ്പ് തന്നെ വിമാനം വന്ന് കൊണ്ടുപോകണം ഞങ്ങളെ. ഇല്ലെങ്കിൽ 7ാമത്തെ ദിവസമെങ്കിലും ഞങ്ങൾക്ക് ഇതാ ആ വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകണം എന്ന് ഉറപ്പിക്കുക. ഇനി ഒരു കർമ്മവും നമ്മളെ പിടികൂടരുത്. കർമ്മമാകുന്ന മുതല നമ്മുടെ കയ്യിനെയും കാലിനെയും കണ്ണിനെയും മൂക്കിനെയും ഒന്നിനും പിടികൂടരുത്. മനസ്സിനെയും ബുദ്ധിയും ചിത്തത്തെയും അഹങ്കാരത്തെയും ഒന്നും ആ മുതല പിടിക്കരുത് എന്നുറപ്പിച്ച് ആ മുതലയിൽ നിന്ന് വിട്ട് വൈകുണ്ഠത്തിലേക്ക് പോവാൻ വേണ്ട ടിക്കറ്റ് ഇതാ വാങ്ങിക്കോളൂ. കൗണ്ടർ അടച്ചു. അപ്പൊ ആരൊക്കെ വാങ്ങിയിട്ടുണ്ടെച്ചാൽ അവർക്കൊക്കെ ടിക്കറ്റ് കിട്ടും. ആ ടിക്കറ്റ് സാധുവാണോ സാധു അല്ലേ എന്ന് വിമാനം വരുമ്പോ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കാരണം കള്ള ടിക്കറ്റുകൾ പലതും ഉണ്ടാവും. കള്ളത്തരത്തിന്റെ കാലല്ലേ കരികാലം. അപ്പൊ പിന്നെ ടിക്കറ്റും പലതരം വ്യാജങ്ങളും ഉണ്ടാവും. അപ്പൊ അറിയില്ല, മുറുക്കി പിടിക്കുക ടിക്കറ്റ് അത് വ്യാജല്ല എങ്കിൽ വിമാനത്തിൽ കയറ്റി കൊണ്ടു ഉറപ്പിച്ചോളൂ. അപ്പൊ ഇനി ശ്രദ്ധ നിരന്തരം ശ്രദ്ധ ഉണ്ടെങ്കിൽ കയ്യിൽ പിടിച്ച ടിക്കറ്റ് സാധുവായി മാറും. ശ്രദ്ധ ഇല്ലെങ്കിലോ കയ്യിൽ പിടിച്ച ടിക്കറ്റ് അസാധുവായി മാറും. അത്യത്ഭുതങ്ങളാണ് നടക്കുന്നത് ലോകത്തില്. അതുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കുക. ഭജരേ യദുനാഥം മാനസ ഭജരേ യദുനാഥം ഭജരേ യദുനാഥം മാനസ ഭജരേ യദുനാഥം ഗോപവധൂ പരിരംഭണലോലം ഗോപവധൂ പരിരംഭണലോലം ഗോപകിശോരക അദ്ഭുതലീലം ഗോപകിശോരക അദ്ഭുതലീലം ഭജരേ യദുനാഥം മാനസ ഭജരേ യദുനാഥം കപടാംഗീകൃത മാനുഷവേഷം കപടാംഗീകൃത മാനുഷവേഷം കപടാംഗീകൃത മാനുഷവേഷം കപടാംഗീകൃത മാനുഷവേഷം കപടനാട്യകൃത കൃഷ്ണസുവേഷം കപടനാട്യകൃത കൃഷ്ണസുവേഷം കപടനാട്യകൃത കൃഷ്ണസുവേഷം ഭജരേ യദുനാഥം മാനസ ഭജരേ യദുനാഥം പരമഹംസകൃത തത്വസ്വരൂപം പരമഹംസകൃത
സ്വരൂപം പരമഹംസകൃത തത്വസ്വരൂപം പരമഹംസകൃത തത്വസ്വരൂപം പ്രളയ പയോദര പ്രണവസ്വരൂപം പ്രളയ പയോദര പ്രണവസ്വരൂപം പ്രളയ പയോദര പ്രണവസ്വരൂപം ഭജരേ യദുനാദം മാനസ ഭജരേ യദുനാദം 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 ഗോപികാ ജീവനസ്മരണം മനസ്സിന്റെ നൈരന്തര്യം സദാശിവ ബ്രഹ്മേന്ദ്രന് അദ്ദേഹത്തിന്റെ മനസ്സിന് ശ്രദ്ധാദേവിയുടെ അനുഗ്രഹത്തോടെ ഇരിക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സിനെ കൊരഞ്ഞനാകുന്ന മനസ്സിനെ പിടിക്കാൻ കിട്ടിയില്ല. ആ സമയത്ത് ആ മനസ്സിനോട് പ്രാർത്ഥിച്ചതാ, കൊരഞ്ഞ നീ എങ്ങനായി ഓടണം, അല്ലയോ മനസ്സേ കൃഷ്ണനിലിരിക്കൂ മനസ്സേ എന്ന് സദാശിവ ബ്രഹ്മേന്ദ്രൻ അദ്ദേഹത്തിന്റെ മനസ്സിനോടും നാവിനോടും മൂക്കിനോടൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പാട്ടുകളുണ്ട്. അതിബുദ്ധിമാനായിരുന്ന സദാശിവ ബ്രഹ്മേന്ദ്രൻ സദാശിവ സമാരംഭാം വ്യാസശങ്കര മധ്യമ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ആ സദാശിവൻ എന്താ ചെയ്യണത്? അദ്ദേഹം രാമനാമം ജപിച്ചുകൊണ്ടാ കൈലാസത്തിൽ ഇരിക്കുന്നത്. അത് പുരന്ദരാസനെ പ്രത്യേകം ഓർമ്മിച്ചു. രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ സദാശിവൻ മുതല് എത്ര 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 നമ്മുടെ ആചാര്യന്മാര് മുഴുവൻ ഉദ്ഘോഷിക്കുന്ന കാര്യം ഇതന്നെയാണ്. നമുക്ക് മനസ്സ് മാത്രമേ വേണ്ടൂ. ആ മനസ്സിനെ ഇരുത്തൂ രാമനില്, ഇരുത്തൂ കൃഷ്ണനില്, ഇരുത്തൂ ദേവിയില്. ഏതാണോ ഇഷ്ടദേവൻ, ആരാണോ ഇഷ്ടദേവി, ആ ദേവിയില്, ആ ദേവനില് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു വെക്കും. ഭാഗവതമാകുന്ന നമ്മുടെ ദേവനില് നമുക്ക് മനസ്സുറപ്പിച്ചു വെക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം ഈശ്വരൻ നോക്കിക്കോളും. കാരണം ഈശ്വരൻ തന്നെയാണ് ഭാഗവതം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശ്രദ്ധയോടുകൂടി എപ്പോഴും ആ ഭാഗവതത്തിൽ ഇരുത്താൻ നമുക്ക് കഴിയട്ടെ. കരികാലം ആരംഭിച്ചപ്പോ നാരദൻ ഭൂമിയിലൂടെ സഞ്ചരിച്ചപ്പോ സകല ദിക്കിലും ആകെ പ്രശ്നമായിട്ട് കണ്ട് ഒടുക്കം ഓടി 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 വൃന്ദാവനത്തിൽ എത്തിയപ്പോഴാണ് അവിടെ ഭക്തി ദേവി ഒരു പെൺകുട്ടിയായിട്ട് ഇരിക്കുന്നു. അടുത്ത് രണ്ട് വൃദ്ധന്മാര് കിടന്നുറങ്ങുന്നു. ഭക്തി ദേവിയോട് ചോദിച്ചു, നീ ആരാത്? ഞാൻ ഭക്തിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോ സന്തോഷായി. നാരദനോട് പറഞ്ഞു ഭക്തി ദേവി, എന്റെ കുട്ടിയോളെ ഉണർത്തു. നാരദൻ വേദാന്തങ്ങളൊക്കെ ചൊല്ലിയപ്പോ കുട്ടികൾ കഷ്ടി ഉണർന്നൂന്നാണ്. പക്ഷെ അവരുടെ ആലസ്യം വിടുന്നില്ല, അവരുടെ വൃദ്ധത്വം മാറുന്നില്ല. അതും കൂടി മാറ്റൂ എന്ന് പറഞ്ഞപ്പോ പഠിച്ച പണി 18 നോക്കിയിട്ടും അത് മാറ്റാൻ കഴിയുന്നില്ല നാരദന്. നാരദൻ അവിടുന്ന് അങ്ങോട്ട് ഓടി 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 പല ദിക്കിലും ചെന്ന് ഓരോരുത്തരോട് ചോദിച്ചു, എന്താ ഞാൻ ആ ഭക്തിയെ ഇനി ആ ഭക്തിയുടെ കുട്ടികളെ ഉണർത്താൻ ഇല്ലെങ്കിൽ അവരുടെ ആലസ്യം തീർക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ ചിലവര് മുങ്ങി പോകാൻ മുണ്ടില്ല. കാരണം അവർക്കൊന്നും അറിയില്ല. പിന്നെ അല്ലേ ഇപ്പൊ പറയണ അതാന്ന് പറഞ്ഞാൽ അവര് പോയി. ചിലവര് അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞു, ഒക്കെ ആരും മറുപടി നേരെ പറയുന്നില്ല. ഒടുക്കം അദ്ദേഹം വിശാലയിൽ എത്തിയപ്പോഴാണ് സനകാദികളെ കണ്ടത്. അവര് ഇങ്ങോട്ട് ചോദിച്ചു, നാരദ എന്താ ഈ പരിഭ്രമിച്ച് ഓടണത്? അപ്പൊ കഥ മുഴുവനെ പറഞ്ഞു അവിടെ വെച്ചിട്ടു.
കഥ പറഞ്ഞപ്പോ അങ്ങക്ക് മറവി പറ്റിയോ എന്നാ സനകാദികൾ ചോദിച്ചത്. കണ്ട് പണ്ട് അങ്ങ് വേദവ്യാസൻ പറഞ്ഞു കൊടുത്തില്ലേ? വേദവ്യാസന് മറവി വന്നപ്പോ അന്ന് പറഞ്ഞു കൊടുത്തില്ലേ ഭഗവാന്റെ യശസ്സിന്റെ മഹത്വം, ഭാഗവതത്തിന്റെ മഹത്വം? അങ്ങനെ അത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോഴാ അതൊക്കെ ആലോചിച്ചിട്ട് കണ്ണീരൊഴുക്കി കൊണ്ട് നാരദൻ നാമം ജപിക്കാൻ തുടങ്ങി. നാരായണ ഗരി നാരായണ ഗരി നാരായണ ഗരി നാരായണ 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 ഹരി നാരായണ ഹരി നാരായണ. നാരദൻ അങ്ങോട്ട് നിർവൃതിയായി നാമം ജപിക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ ഒന്ന് കണ്ണു തുറപ്പോ സനകാദികൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നാരദൻ നാമം ജപിക്കുന്നത് നിർത്തി. അപ്പൊ സനകാദികൾ നിർത്തി. നിർത്തണ്ട, അങ്ങനെ നിർത്താണ്ടിരിക്കാൻ പറ്റുന്നില്ല, കഥ കേൾക്കണം തോന്നുന്നു എന്ന് നാരദൻ പറഞ്ഞപ്പോ എന്നാ ഞങ്ങൾ കഥ പറയാം, സന്തോഷമായി എന്നാ ഞാൻ കേട്ടിരിക്കുകയും ചെയ്യാം. എവിടെ വെച്ചിട്ടാ വേണ്ട? ആനന്ദ തടത്തിലേക്ക് പോവാ എന്ന് പറഞ്ഞ ആ ആനന്ദ തടത്തിൽ വെച്ചിട്ട് അതിഗംഭീരായിട്ടൊരു സപ്താഹം ഇവിടെ ആരംഭിച്ചു. ആ സപ്താഹത്തിന്റെ മഹത്വം പറയണോടത്താണ് ആത്മദേവന്റെ കഥയും കൂടി സൂചിപ്പിക്കുന്നു. ഒരു ബ്രാഹ്മണൻ നരകാദികൾ നാരദനോട് പറയാ, നമ്മളിപ്പോ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഭാഗവതത്തിന്റെ മഹത്വം. പണ്ടൊരു ബ്രാഹ്മണൻ ആത്മദേവൻ കുട്ടികളൊന്നും ഉണ്ടാവണില്ലാച്ച് വിഷമിച്ച് കാട്ടിൽ പോയി ചാവാൻ പോയി. അവിടെ ചെന്നപ്പോ ഒരു സന്യാസി കണ്ടപ്പോ ചാവണ തോന്നി. ഇദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് ആഗ്രഹങ്ങളൊക്കെ കിട്ടും, തനിക്ക് എന്താ ആഗ്രഹം? ഒരു കുട്ടി ഉണ്ടാവണമെന്നുള്ളത്. ആ സന്യാസി ആലോചിച്ചിരുന്നു, അങ്ങക്ക് 7 ജന്മം കുട്ടികളുണ്ടാവില്ല, പിന്നെ എന്തിനാ പുറപ്പെടുന്നു? അങ്ങക്ക് കുട്ടി ഉണ്ടാവണമെന്നാ പ്രശ്നം, അതുകൊണ്ട് കുട്ടി ഉണ്ടാവണമെന്ന് ഇരിക്കണ്ട, ഗൃഹം വേണമെന്നേ ഇരിക്കണ്ട, സന്യാസത്തിലാണ് സുഖം എന്നൊക്കെ പറഞ്ഞു നോക്കി. എത്ര പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പിടിവിടുന്നില്ല. അങ്ങക്ക് നിരീച്ചാൽ എന്റെ സകല ഭാവം മറിച്ചു കളയാൻ പറ്റും, എനിക്കൊരു കുട്ടിയെ തരൂ, കുട്ടിയെ തരൂ, കുട്ടിയെ തരൂ. കരഞ്ഞ് കൊടുക്കാം. അദ്ദേഹത്തിന് കാരുണ്യം തോന്നിയിട്ട് ഒരു പഴം ഉണ്ടാക്കിയെടുത്ത് കയ്യിൽ കൊടുത്തു. ഇത് പത്നിക്ക് കൊടുത്തോളൂ, അങ്ങേക്ക് കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു. അങ്ങനെ കൊണ്ടുപോയി ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യയാണെങ്കിലോ ഇത് കഴിച്ചാൽ ഗർഭമുണ്ടാവും, ഗർഭമുണ്ടായാൽ ഉത്സവം കാണാൻ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ട? അനിയത്തി വന്നു. അനിയത്തി അതിലേറെ കുലണ, ഞാൻ ആഴ്ചയിൽ പ്രസവിക്കേണ്ടത് പറഞ്ഞ പോലെ തന്നെ അവളുടെ കഥ. 10 മാസം കഴിഞ്ഞാൽ ഉടൻ പ്രസവിക്കായി. അനവധി കുട്ടികളാ, ഓരോണ്ണത്തിനെ പെറ്റ് തള്ളുക എന്നല്ലാത്ത നോക്കലൊന്നുമില്ല, അവരുടെ വഴിക്കാണെന്ന് കൊണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ ഇടയിൽ ഒരു കുട്ടിയെ എഴുത്തിക്ക് കൊടുന്നേരാം, എഴുത്തിയ കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഭർത്താവിനെ സന്തോഷിപ്പിച്ചോളൂ എന്ന് അനിയത്തി പറഞ്ഞപ്പോ സൂത്രായി. എന്നാ ഈ പറഞ്ഞിപ്പോ എന്താ ചെയ്യാ? അതാ പയ്യനെ കൊടുത്തോളാൻ പറഞ്ഞു. പയ്യ തൊഴുത്തിൽ പ്രസവിക്കാണ്ട് പയ്യ നിൽക്കുന്നുണ്ട്. പയ്യ അത് കഴിച്ചു, പയ്യ ഗർഭിണിയായി. പയ്യ പ്രസവിച്ചു. ഒരു പശുക്കുട്ടിയല്ല ഉണ്ടായത്, ഒരു മനുഷ്യക്കുട്ടി, ചെവി മാത്രം പശുവിന്റെ. അത്യത്ഭുത ശിശു തൊഴുത്തിൽ ജനിച്ചു. ആ കുട്ടി ജനിച്ചപ്പോഴേക്ക് എന്തായി? ഇവിടെ ഉണ്ട് അനിയത്തി പ്രസവിച്ചു. അനിയത്തി കുട്ടിയെ കൊടുത്തു. അതുവരെയൊക്കെ വെച്ച് കെട്ടി ഗർഭമാണെന്ന് ഭർത്താവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇന്നലെ രാത്രി ഞാൻ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് അനിയത്തിയുടെ കുട്ടിയെ കൊടുത്തു ഭർത്താവിന്. ആ ഭർത്താവ് ആ ഉണ്ണിയെ മാറോടടച്ചു, സന്തോഷിച്ചു. 2 കുട്ടികള്, ഒന്ന് ചെവി പശുവിന്റെ ചെവിയാൽ മാത്രമേ ഉള്ളൂ തൊഴുത്തുനിന്ന് കിട്ടിയ മനുഷ്യക്കുട്ടി. തന്റെ കുട്ടിയാണെന്ന് വിചാരിച്ചു വളർത്തുന്ന തന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കുട്ടി 2 കുട്ടികളെ ഒപ്പം വളർത്തി. തന്റെ കുട്ടി, മനുഷ്യക്കുട്ടി, അതിന്റെ സ്വഭാവം അങ്ങനെ ചീത്ത സ്വഭാവം തന്നെ ഇങ്ങനെ വരുന്നു. ചെറുപ്പത്തിൽ തന്നെ പ്രകടമായി. ഒടുക്കം ആ കുട്ടിയെ എത്ര പറഞ്ഞാലും നേരെയില്ല എന്ന് മനസ്സിലായപ്പോ ആ ദുഃഖം കൊണ്ട് തന്നെ അദ്ദേഹം കാട്ടിലേക്ക് ആദ്യം പോയി ചാവാൻ. ഇപ്പൊ എന്താ ഉണ്ടായി? ഇതാണ് ആ സന്യാസി പറഞ്ഞത്, 7 ജന്മം എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞത് കൂടി സത്യ. ഈ പഴം ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല. ആ പഴം പശുവിന് കിട്ടി. ആ പശുവിൽ നിന്നുണ്ടായ ഉണ്ണി അച്ഛൻ കാട്ടിലേക്ക് അച്ഛനൊക്കെ സമാധാനിപ്പിച്ചിട്ടാണ് പറഞ്ഞയച്ചത്. ആ ഉണ്ണി പിന്നെ ഇത് കണ്ടിട്ട് അമ്മയുടെ ദുരിതം, അമ്മ ഈ അനിയത്തിയുടെ കുട്ടി തന്റെ കുട്ടിയെ വെച്ചിട്ട് വളർത്തുന്ന കണ്ടിട്ട് ആ ഉണ്ണി അമ്മയെ തല്ലാൻ തുടങ്ങി. ഇതൊക്കെ കണ്ട് തനിക്ക് പിടിക്കാൻ വയ്യാന്ന് ഉറപ്പിച്ച് അദ്ദേഹം നിസ്സംഗനായിട്ട് ഗോകർണൻ തീർത്ഥയാത്രയ്ക്ക് ചെന്നു.
ലോകം മുഴുവൻ തീർത്ഥയാത്ര ചെന്ന് ഇരിക്കണ ഒരു നിമിഷത്തില് ഈ തന്റെ സഹോദരൻ, മഹാദുഷ്ടനായിട്ടുള്ള സഹോദരൻ, അയാളുടെ ചീത്ത പ്രവൃത്തി കൊണ്ട് കൂടി 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 അമ്മ കഴുത്തി ചാടി ചത്തു. പിന്നെ വേശ്യാസ്ത്രീകളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി സ്വർണം മുഴുവൻ അപഹരിച്ച് വേണ്ടാത്ത മുഴുവൻ കാട്ടി ജീവിച്ചു. ഒടുക്കം ആ വേശ്യാസ്ത്രീകള് ഇയാളെ കൊന്നു. എന്നിട്ട് സമ്പത്ത് മുഴുവൻ ഇയാള് കട്ടുകൊണ്ടു വന്നതൊക്കെ അവരെടുത്ത് അവർ രക്ഷപ്പെട്ടു. ഇങ്ങനെ ആ മരിച്ചതൊക്കെ ഭാഗവതം വർണ്ണിക്കുന്നുണ്ടോ? മാർഗത്തിൽ, ഭാഗവത മാർഗത്തിൽ ഇയാളെ കൊന്നത് ആ വേശ്യാസ്ത്രീകൾ കെട്ടി വരിഞ്ഞിട്ട് തീയിന്റെ കണല് മുഖത്തിട്ടിട്ടു. അത്ര ദുരിതം അനുഭവിച്ചിട്ടത്രേ ഈ ദുന്ദുകാരി എന്ന് പറയുന്ന ആത്മദേവന്റെ എന്ന് പറയുന്ന ആ പുത്രൻ അവസാന കാലം കഴിച്ചു. ആ മരണത്തിൽ അയാൾ ഒരു പ്രേതായി മാറി എന്ന് ഗോകർണം കേട്ടു. അപ്പൊ അയാൾക്ക് മുക്തി കിട്ടാൻ ഗയാശ്രാദ്ധ ഊട്ടി. അയാൾക്ക് മുക്തി കിട്ടി എന്ന് വിചാരിച്ച് സന്തോഷമായിട്ട് ഗോകർണൻ തീർത്ഥയാത്രയിട്ട് അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ വന്നിട്ട് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോ പ്രേതമായിട്ട് ഈ ദുന്ദുകാരി, അയാൾക്ക് മുക്തി കിട്ടിയിട്ടില്ല, അയാൾ ആളായിട്ട് വന്നു എന്നാണ് രാത്രി. ജ്ഞാനി അതുകൊണ്ട് പേടി തോന്നിയില്ല. കുറച്ച് കഴിയുമ്പോ ആട് ആനയായി മാറി. ചിഹ്നം വിളിച്ചുകൊണ്ട് ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ജ്ഞാനി അതുകൊണ്ട് പേടി തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ വേറൊരു രൂപം. ഇത് കണ്ടപ്പോ കുറെ കഴിഞ്ഞപ്പോ നീ ആരാ ചോദിച്ചു. എന്നെ മനസ്സിലായില്ലേ, നിന്റെ അനിയൻ. അപ്പൊ നിനക്ക് മുക്തി കിട്ടാൻ ഞാൻ ഗയാശ്രാദ്ധ ഊട്ടിയാലോ? എനിക്ക് 100 ഗയാശ്രാദ്ധ ഊട്ടിയാൽ എനിക്ക് മുക്തി കിട്ടില്ല. എനിക്ക് മുക്തി കിട്ടാൻ എന്താ വേണ്ടത് നീ ആലോചിക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് നീ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നടന്ന് അദ്ദേഹത്തിന് മനസ്സിലായി സപ്താഹമായിട്ട് ഭാഗവതം വായിച്ചാൽ മതി. അങ്ങനെയാണ് ആ ഗോകർണൻ സപ്താഹം ചെയ്തത് എന്ന് സനകാദികൾ ആനന്ദതടത്തില് പറയാണ് നാരദനോട്. അങ്ങനെ ഗോകർണൻ നടത്തിയ സപ്താഹത്തില് ഈ പ്രേത ആയിട്ട് ഇരിക്കുന്ന ദുന്ദുകാരിക്ക് ഒരൊറ്റ സപ്താഹം കേട്ട് 7ാമത്തെ ദിവസം മുള പൊട്ടിച്ച് അദ്ദേഹത്തിന് മുക്തി കിട്ടി നമ്മൾ സൂചിപ്പിച്ചു. അത് സനകാദികൾ നാരദനോട് പറഞ്ഞ ആ മഹത്വമാണ്. ഭാഗവതത്തിന്റെ മഹത്വം അത്ര വലുതാണ്. നമുക്കറിയില്ല നമ്മളുടെ ജീവന്റെ പ്രാരബ്ധവും സഞ്ചിതവും വർത്തമാനമായിട്ടുള്ള കർമ്മങ്ങൾ ഏതൊക്കെയാ, എങ്ങനെയൊക്കെയാണ്. പക്ഷെ ഈ കർമ്മങ്ങൾ മുഴുവൻ ഭാഗവതം ശ്രദ്ധയോടുകൂടി കേട്ടാൽ അത് മുഴുവൻ കരിഞ്ഞുണങ്ങും. നമ്മൾ പരിശുദ്ധരാണ്. നമുക്ക് ഇനി ഭൗതികമായ സുഖം അനുഭവിക്കേണ്ട ഗതികേടുണ്ടാവില്ല, ദുഃഖം അനുഭവിക്കേണ്ട ഗതികേടുണ്ടാവില്ല. ശ്രദ്ധയോടുകൂടി ഭാഗവതം കേട്ടാൽ, ഭാഗവതം കേട്ട് നിർവൃതിയായിട്ട് നാവിൽ നിന്ന് ഒരു നാമം ഉച്ചരിച്ചാൽ കോടാനുകോടി ജന്മങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പുണ്യപാപങ്ങളൊക്കെ ഹേതുവായിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ കരിഞ്ഞുണങ്ങും. പ്രഖ്യാപിച്ചതാണ് പത്മപുരാണം. വിശ്വാസോ മേ ഭവതു. ഈ വാക്കിന് വിശ്വാസം ഉണ്ടാവണം. പത്മപുരാണത്തില് വേദവ്യാസൻ എഴുതി വെച്ച പത്മപുരാണത്തില് ഈ പരമസത്യത്തില് വിശ്വാസം നമുക്ക് എത്ര ദൃഢമാവുന്നോ അത്ര നമുക്ക് മുക്തിക്കുള്ള അവകാശം ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വിശ്വാസം ദൃഢമാക്കുക. ആ വിശ്വാസം ദൃഢമായാൽ നമുക്ക് മുക്തി കരതലം. അതാണ് കലികാലത്തിലെ മനുഷ്യജന്മത്തിന്റെ വൈഭവം. ആ മനുഷ്യജന്മം കിട്ടിയ നമ്മള് അത് പാഴാക്കിയാൽ ദേവന്മാരെ ഇന്ന് കളിയാക്കും. അവര് നമ്മളെ ശപിക്കും. ആ ശാപം ഏറ്റുവാങ്ങാതിരിക്കാൻ അവര് പോലും കൊതിക്കുന്ന ഈ മനുഷ്യജന്മം സഫലമാക്കാൻ നമുക്ക് നാളെ പ്രഭാതത്തില് 5 മണിക്ക് 5:15 ആകുമ്പോ ഞാനിവിടെ ഭഗവാന് വേണ്ട ഭഗവാൻ പട്ട് മെത്തയിൽ ഇങ്ങനെ കിടന്നുറങ്ങുകയോ യശോദാമ്മ ഭഗവാനെ ഇങ്ങനെ വിളിക്കുന്നത് പോലെ നമ്മൾ നാമം ജപിച്ചു വിളിക്കുക. ഒരു 5:30 നമ്മള് ആ നാമം ജപിക്കാൻ തയ്യാറായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം. സപ്താഹം പങ്കെടുക്കാൻ തയ്യാറായിട്ടുള്ളവര് രാവിലെ നേരത്തെ നീട്ട് കുളിച്ച് അവരവരെ പൂജിച്ച് നിത്യമായിട്ട് ഗൃഹത്തിൽ ചെയ്യാറുള്ള കർമ്മങ്ങള്
എന്തൊക്കെ ഈശ്വര സേവകൾ ചെയ്യാറുണ്ടോ അതൊക്കെ വളരെ വേഗത്തിൽ ചെയ്യാം. 1 മണിക്കൂർ ചെയ്യേണ്ടത് 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് വേഗം ചെയ്യാം സപ്താഹത്തിന് വേണ്ടിയിട്ട്. സന്ധ്യാവന്തരം 3 മണിക്കൂർ കൊണ്ടാണ് സാധാരണ സന്ധ്യാവന്തരം ചെയ്യണമെന്ന് വെച്ചാൽ 30 മിനിറ്റ് കൊണ്ട് സന്ധ്യാവന്തരം വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ 3 മിനിറ്റ് കൊണ്ട് കഴിച്ചാലും കുഴപ്പമില്ല. ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കുറയ്ക്കാം. അങ്ങനെ കുറച്ച് 5:30 പട്ടുമത്തയിൽ പുതപ്പിച്ച് കിടത്തി ഉറക്കുന്ന ആ ഉണ്ണികൃഷ്ണനെ വിളിച്ചുണർത്താൻ നമ്മൾ തയ്യാറാവുക. നാമം ജപിച്ച് വിളിച്ചുണർത്തിയ ആ ഭഗവാനെ ഗംഗാ തീർത്ഥം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്ത് കുളിപ്പിക്കുക, ആഭരണങ്ങൾ അണിയിക്കുക, ഭഗവാൻ മാല ചാർത്ത വസ്ത്രം ഉടുപ്പിക്കുക. അങ്ങനെ കഴിഞ്ഞിട്ടുള്ള ആ ഉണ്ണികൃഷ്ണന് ജലം, ഗന്ധം, പുഷ്പ, ധൂമ, ദീപ നിവേദ്യം, നൃത്ത, ഗീത, വാദ്യ, അപൂപ, താമ്പൂല, മധുവർക്ക രാജോപചാരങ്ങളാകുന്ന ഷോഡശോപചാരങ്ങൾ എന്ന് പറയാം വേണമെങ്കിൽ. ആ ഉപചാരങ്ങളൊക്കെ വേഗം 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 നമുക്ക് കൊടുക്കുക. കാരണം ഭഗവാൻ വേഗം ഓടി തുള്ളിച്ചാടി കളിക്കണം. അതുകൊണ്ട് ഭഗവാൻ വേഗം ചെയ്തു കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഭാഗവത സപ്താഹം കൊണ്ട് നമുക്ക് എങ്ങനെയും വേഗം ചെയ്യും വേണം. അതൊക്കെ നാമമാത്രമായിട്ട് മനസ്സിനെ സങ്കല്പിച്ചുകൊണ്ട് ആ വേഗം വേഗം ചെയ്ത് സമർപ്പിച്ച് ഒരു 6 മണിയുടെ മുമ്പായിട്ട് അല്ലെങ്കിൽ 6 മണിക്കെങ്കിലും നമുക്ക് സഹസ്രനാമം ജപിക്കണം. സഹസ്രനാമം ജപിച്ച് ഭഗവാൻ പുഷ്പാഞ്ജലി നടത്തണം. അപ്പൊ അതിന് രാവിലെ 5:30 മുമ്പ് അവിടെ എത്തുമ്പോ എല്ലാവരും പൂ പൊട്ടിച്ച് കൊമ്പും കോലൊക്കെ കളഞ്ഞ് വൃത്തികേടൊന്നും ഇല്ലാത്ത പൂക്കള്, തുളസി, തെച്ചി തുടങ്ങിയിട്ടുള്ള ശുദ്ധമായ പൂക്കള്, അതുപോലെ മറ്റു പൂക്കളും ആവാം, പൂക്കളൊക്കെ പൊട്ടിച്ചു കൊണ്ടുവരിക. അപ്പൊ അത് ധാരാളം ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇന്ന് നാമം ജപിക്കുക. എല്ലാവർക്കും വേണ്ടി ഞാൻ പുഷ്പാഞ്ജലി ചെയ്യും. അപ്പൊ അങ്ങനെ ഓരോ പുഷ്പവും കോടാനുകോടി ജീവാത്മാക്കളെ നമ്മൾ ഭഗവാനിലേക്ക് ആക്കുക. അങ്ങനെ ആ സഹസ്രനാമം ജപിച്ച് പുഷ്പാഞ്ജലി ചെയ്ത് ആ ഭഗവാൻ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭഗവാനോട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മളെ ഭഗവാനിലേക്ക് എത്തണമെന്ന്. ആ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ചൊല്ലിത്തരും. അത് ഏറ്റു ചൊല്ലി ഉറക്കെ പ്രാർത്ഥിച്ച് ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ച് ആ ഭാഗവത സ്വരൂപനായ ഭഗവാനെ കയ്യിലെടുത്ത് പാരായണം ശ്രമിക്കാനിരിക്കുക. ഇതാണ് നാളെ രാവിലത്തെ പദ്ധതി. ഇത് പ്രഭാതത്തില് 6:21 ഉദയം. 6:21 ആവുമ്പോ സൂര്യൻ ഉദിക്കും. അപ്പോഴേക്കും സഹസ്രനാമം കൂടി ജപിച്ച് ഈ പ്രാർത്ഥനയൊക്കെ കഴിയണം. ഇനി അതിലേക്ക് കുറച്ച് കഴിഞ്ഞാലും വലിയ സഹായമില്ല. സൂര്യൻ ഉദിച്ചൊക്കെ പല്ലേപ്പൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് സൂര്യനും ഇങ്ങനെ പൊന്തി നിൽക്കട്ടെ. അപ്പൊ അതുവരെ അദ്ദേഹത്തിന്റെ കാര്യം നോക്കിക്കോളൂ. നമ്മൾ കുറച്ചാണ് വൈകിയാലും സാരില്ല. ആ ഭഗവാൻ ഭാഗവതമൊക്കെ കേൾക്കാൻ സൂര്യ ഭഗവാൻ തയ്യാറാവുമ്പോഴേക്കും നമ്മളൊക്കെ തയ്യാറായി പിന്നെ ആ ഭാഗവതം അങ്ങനെ വായിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ആ ശ്ലോകങ്ങൾ ഇങ്ങനെ കേട്ട അർത്ഥം മനസ്സിലാവുച്ചാൽ പിന്നെ മലയാളത്തിലൊന്നും പറയലില്ല. പക്ഷെ അത് മനസ്സിലാവില്ല എന്ന് മുഖം കണ്ടാലോ ഒക്കെ തോന്നുകയാണെങ്കിൽ ഓരോ അധ്യായത്തിന്റെ മുമ്പിലും ആ വരണ അധ്യായത്തിൽ എന്തൊക്കെയാ പറയണത് എന്ന് തോന്നിയത് ഇങ്ങനെ പറയും. അപ്പൊ തോന്നിയത് അത് തോന്നിയതാവാതിരിക്കാൻ ഭഗവാൻ തന്നെ അനുഗ്രഹിക്കണം. തോന്നിയത് പറയാണ്ടേ പറ്റില്ല. തോന്നിയത് പറയണം, തോന്നിയതേ പറയാവൂ, തോന്നിയത് പറയും വേണം, തോന്നിയത് പറയുമരുത്. കൺമണി കൃഷ്ണേട്ടൻ എന്നോട് പറഞ്ഞതാ തമാശയായിട്ട്. ആദ്യമൊന്നും എന്താ പറഞ്ഞത് നിശ്ചയില്ലാണ്ടേ ഒന്നുകൂടി പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് തോന്നിയത് പറയണതോ, തോന്നിയത് പറയേണ്ട വേണം, തന്നെ പറയാനല്ലേ ചുമതലപ്പെടുത്തിയാണ്. അപ്പൊ അതുകൊണ്ട് തോന്നിയത് പറയണം, തോന്നിയതേ പറയാവൂ കേട്ടോ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ തോന്നണം. അത് പറയണമെന്ന് തോന്നണം. പറയണ്ടേ വെച്ചിട്ട് പറയരുത്, പറയാൻ വേണ്ടി കാട്ടിക്കൂടരുത്. പറയണമെന്ന് തോന്നിയത് പറയണം. അപ്പൊ തോന്നിയതേ പറയാവൂ, തോന്നിയത് പറയണം. തോന്നിയത് ഇങ്ങനെ പറഞ്ഞാണ്ടല്ലോ അത് പറ്റൂല. അപ്പൊ ആ ഒരു ഭാവത്തില് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നിച്ചാൽ അത് പറയണു. അപ്പൊ പിന്നത്തെ പറഞ്ഞ അധ്യായത്തിലുള്ളത് മുമ്പ് കൂട്ടി പറയുമ്പോ നമ്മുടെ മനസ്സ് ആ ഓരോ സംസ്കൃതം അറിയില്ലെങ്കിലും ആ വാക്കുകൾ കേൾക്കുമ്പോ ഇപ്പൊ ഈ പറഞ്ഞു കേട്ട കഥയാണല്ലോ പറയുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് പിടിച്ചു നിർത്താൻ നമുക്ക് ഇത് എളുപ്പമാണ്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞാൽ ഉടൻ അടുത്ത അധ്യായത്തിൽ എന്താ ഉള്ളതെന്ന് ചുരുക്കി പറയും സമയത്തിനനുസരിച്ച്. ചിലപ്പോ കൂടുതൽ പറയണം തോന്നുമ്പോ കൂടുതൽ പറയാം. ഇനി ഒന്നും പറയണമെന്നില്ലെങ്കിൽ അടുത്ത അധ്യായം തുടർച്ചയായിട്ട് വായിക്കാം. ചിലപ്പോ 1-2 അധ്യായമായിട്ട് ഒന്നിച്ചു പറയാം. അങ്ങനെ നമുക്ക് തോന്നണ പോലെ അങ്ങനെ നിരന്തരം
പോവുക, ഒരു 8:30 ചെയ്യാൻ നിർത്തുക, എന്തെങ്കിലും കഴിക്കുക. പ്രഭാത ഭക്ഷണങ്ങൾ കഴിച്ച് ശീലമാണല്ലോ നമുക്ക് അങ്ങനെയാണല്ലോ. പരീക്ഷത്തിനെ പോലെ അത്രയും കൂടി ശീലമില്ലെങ്കിൽ അതിനുള്ള അവസരം 8:30 നിർത്തി ഒരു 9:15 വരെയൊക്കെ കഴിക്കണം തോന്നുന്നുണ്ടെങ്കിൽ കഴിക്കാം, കഴിക്കണം തോന്നില്ലെങ്കിൽ കഴിക്കണ്ടോ. അങ്ങനെ 9:15 പുനരാരംഭിച്ചാൽ പിന്നെ ഒരു ഒറ്റ അടിക്ക് 12:30 വരെ എൻ്റെ ഇടയിൽ നിർത്തലില്ല. അപ്പൊ ടോയ്ലറ്റിലൊക്കെ പോകണമെന്ന് തോന്നുന്നവരൊക്കെ പോയിട്ട് വരിക. കാരണം ഒരു 3.5 മണിക്കൂറാണ് ആസന ജയം ഉണ്ടാവാൻ വേണ്ടതെന്ന് പറയും. അപ്പൊ അതിന്റെ ഒരു ശീലം ആ സമയത്ത് ഉണ്ടായിക്കോട്ടെ, ഇളകാണ്ടിരിക്കാൻ ഉറപ്പിക്കാം. അപ്പൊ എന്നിട്ട് ആ ഒരു 9:15 തുടങ്ങിയാൽ 12:45 വരെ ഇളകാണ്ടിരിക്കാൻ പറ്റുമെന്ന് നോക്കുക. ഇനി നിവൃത്തിയില്ലെങ്കിൽ കാലൊക്കെ ഒന്നു കുറേശ്ശെ ഇങ്ങനെ ഇളക്കാം, ഇങ്ങനെ ഒന്നങ്ങനെ ആക്കാം എന്ന് മാത്രമാക്കുക. അത് നിവൃത്തിയില്ലെങ്കിൽ ഒന്ന് നീട്ടു പോവുകയൊക്കെ ചെയ്യാം, വിരോധമില്ല. അവനവൻ എങ്ങനെ വേണമെന്ന് അവനോ തീരുമാനിച്ചാൽ മതി. അപ്പൊ അങ്ങനെ 12:45 വരെ അങ്ങനെ എത്തേണ്ട ഭാഗത്ത് അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞാൽ ഉടൻ തുടങ്ങുക. കാരണം നമ്മൾ വെറുതെ വിട്ടാൽ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെയാണ്, നമ്മളൊക്കെ വേണ്ടാത്തൊക്കെ പറയാൻ തുടങ്ങും, ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് എല്ലാവരുടെയും ഊണ് കഴിഞ്ഞാൽ ഉടൻ തുടങ്ങുക. അപ്പൊ നമ്മൾ സമയം നിശ്ചയിച്ചോളൊന്നൊന്നുമില്ല. 12:45 എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കാണ്ട് പറ്റില്ലല്ലോ എന്നുള്ളതുകൊണ്ട് നിശ്ചയിക്കണം. എന്തുകൊണ്ടാണ് നിശ്ചയിക്കേണ്ടി വരണമെന്നൊക്കെ നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് 12:45 നിശ്ചയിക്കുക, നിർത്തല്. പിന്നെ തുടങ്ങൽ എല്ലാവരുടെയും ഊണ് കഴിഞ്ഞാൽ നിശ്ചയിക്കുക. ആർക്കും ഊണ് വേണ്ട വെച്ചാൽ 12:50 നമുക്ക് തുടങ്ങാം. അങ്ങനെ നിശ്ചയിക്കണം വെച്ചാൽ അത് അപ്പോഴത്തെ തരം പോലെ. അങ്ങനെ ഊണ് കഴിഞ്ഞു സംതൃപ്തിയായ ഊണം തുടങ്ങാം. അത് കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് ഒന്ന് നിർത്തുക, ഒരു 10-15 മിനിറ്റ്. അത് കഴിഞ്ഞാൽ ആരംഭിക്കുക. പിന്നെ അതാത് ദിവസം എത്തേണ്ട സ്ഥലത്ത് എത്തിയാൽ നിർത്തുക. ഇങ്ങനെയൊക്കെയാണ് ചിട്ട. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സമയം ഉണ്ടെങ്കിൽ രാവിലത്തെ പൂജ, ഷോഡശോപചാര പൂജ വൈകുന്നേരവും അങ്ങോട്ട് സമർപ്പിച്ച് ഭാഗവത പുസ്തകം അവിടെ തന്നെ വാദങ്ങളിൽ കൊണ്ടുവച്ച് നമ്മൾ അതങ്ങ് സമർപ്പിക്കുക. ഇതാണ് ഒരു ചിട്ട. ഒരു ദിവസത്തെ ചിട്ടയിൽ മുഴുവൻ ഇത് കഴിഞ്ഞാൽ അതിലെവിടെയൊക്കെ രസിക്കണം അവനവനെന്ന് കൂടുതൽ തോന്നും. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. കൂടുതൽ എല്ലാവർക്കും സന്തോഷം എല്ലാ സമയത്തും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ ഇല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ആരംഭിക്കുന്ന സപ്താഹം, അല്ലെങ്കിൽ നാളെ രാവിലെ മുതൽ ആരംഭിക്കുന്ന സപ്താഹം, ഇതൊക്കെ രാവും പകലൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതല്ലേ. രാവും ഇല്ല പകലും ഇല്ല. യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യാൽ തന്മയസ്യൈവ ഹി ന മമ വിഭോ വസ്തുതോ ബന്ധമോക്ഷോ. ബന്ധമില്ല, മോക്ഷമില്ല, രാവുമില്ല പകലുമില്ല. യഥാർത്ഥത്തില് അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോ എപ്പോ വേണമെങ്കിൽ ഈ നിമിഷം മുതൽ സപ്താഹം ആരംഭിക്കണമെന്ന് സങ്കല്പിക്കണവർക്ക് അങ്ങനെയാവും. ഇനി അതല്ല നാളെ രാവിലെ 5:30 മുതലേ ആരംഭിക്കണമുള്ളൂ എന്ന് വിചാരിക്കണവർക്ക് അങ്ങനെയാവും. നമ്മൾ അതിനൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇനി അത് വേണ്ട രീതിയിൽ ആക്കി തീർക്കണേ എന്ന് ഒരു ലേശ നേരം പ്രാർത്ഥിക്കും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.
राधा कृष्ण शरणं मे तव चरणयुगम् देवि महेश्वरि पार्वति शङ्करि शरणं मे तव चरणयुगम् साम्ब सदा शिव शम्भो शङ्कर शरणं मे तव चरणयुगम् पवनपुरेश राधा कृष्ण शरणं मे तव चरणयुगम् सर्वत्र गोविन्द नाम सङ्कीर्तनं गोविन्द गोविन्द Okay.